സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അഗാപ്പെ എന്ന സ്നേഹത്തെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേർക്ക് സ്നേഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തിയതാണിപ്പോൾ. ഈ അഗാപ്പെ എന്ന സ്നേഹം എത്ര ആളുകൾക്കുണ്ട്? നാം അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. വിശുദ്ധ പൗലോസ് എഴുതിയതായ വചനം ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. സ്നേഹം ദീർഘകാലം സഹിക്കുന്നു. എത്ര കാലമാണ്? നിന്റെ മകൻ നിന്നെ അനുസരിക്കാതിരിക്കുമ്പോൾ എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും? നിന്റെ മകളോട് എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും? നിന്റെ ഭർത്താവ് നിന്നെ ദുഷിക്കുമ്പോൾ, നിന്റെ ഭാര്യ നിന്നെ നിന്ദിക്കുമ്പോൾ എത്ര കാലം നിനക്ക് സഹിക്കുവാൻ കഴിയും? എത്ര കാലത്തോളം? യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്. ബൈബിൾ എടുത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നെപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? നോക്കുക, എത്ര കാലം നിങ്ങൾ സഹിക്കും? എത്ര കാലത്തോളം? ദീർഘകാലം. എത്രമാത്രം ദീർഘിക്കാമോ ദീർഘിക്കുക. ദൈവത്തെക്കുറിച്ച് പറയുന്നു, അവൻ ശ്വാസം കിട്ടുന്നില്ല. ദീർഘക്ഷമയുള്ളവനാണ്. എന്താണ്? നിന്നെക്കുറിച്ച് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിനക്ക് 30 വർഷമായി ഇപ്പോഴും ദൈവം ക്ഷമയോടിരിക്കുകയാണ്. അവൻ നിന്നോട് ഇപ്പോഴും ക്ഷമിക്കുകയാണ്. ഇപ്പോൾ നിന്റെ പ്രായം 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് ദൈവം കാത്തിരിക്കുകയാണ്. നിന്റെ പ്രായം 86 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും നിനക്ക് മാറ്റമില്ല. ദൈവം വീണ്ടും പോട്ടെ, സാരമില്ല, അവൻ മാറും, അവൻ അനുദപിച്ചാൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് പറഞ്ഞ് കർത്താവ് ദീർഘക്ഷമയോടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അത് ദീർഘമായി ക്ഷമിക്കുന്നതാണ്, ദീർഘകാലം സഹിക്കുന്നതാണ്. ദൈവം നിന്നോട് എത്രത്തോളം ക്ഷമിക്കുന്നു എന്നുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ട്, എത്രത്തോളം സഹിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? എന്നിട്ട് പറയും, യേശുവിന്റെ സ്നേഹം എന്നിലുണ്ടെന്ന്. എന്തുണ്ട് നിനക്ക്? ദൈവസ്നേഹം നിന്നിലുണ്ടോ? ഒരു വാക്ക് നിന്നോട് ചോദിക്കുകയാണ് എങ്കിൽ നിനക്ക് ദേഷ്യം വരുന്നു. എടാ, നീ എന്റെ മകനായിട്ട് ജനിച്ചിട്ട് എന്നോട് തിരിയുന്നു. അപ്പോൾ വരെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടാണ് പോയത്. എന്താണ്? മകനൊന്ന് മറുതലിക്കുകയാണെങ്കിൽ അവന്റെ സ്നേഹം തീർന്നു. പറയൂ, എത്ര ആളുകളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ഈ ദീർഘക്ഷമ ഉണ്ട്? എത്രയോ തവണ നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയോ തവണ വീണ്ടും നീ ആ തീരുമാനമെടുത്തിട്ടും ദേഷ്യപ്പെടുകയല്ലേ നീ ചെയ്യാറുള്ളത്? ദൈവത്തെ നീ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? എങ്കിലും ദൈവം നിന്നോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. സത്യമല്ലേ? സത്യമാണ്. ആ സ്നേഹമുള്ള യേശുവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് നാം. എങ്കിലും യേശു നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ നമ്മെ ശിക്ഷിക്കുന്നില്ല, സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. ഞാനും നിങ്ങളും ആ സ്നേഹം അറിഞ്ഞിട്ട് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പണ്ട് യേശുവിൽ വിശ്വസിച്ച ആളുകളെ ക്രൂശിൽ കെട്ടിയിട്ട് കത്തിച്ചു കളയുമായിരുന്നു. കത്തുന്നതായ സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ അഴിച്ചുവിടാമെന്ന് പറയുമ്പോൾ എന്റെ യേശുവിന് വേണ്ടി ഞാൻ മരിക്കുവാനും തയ്യാറാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ എത്രത്തോളം കഷ്ടത അനുഭവിച്ചാലും യേശുവിനെ കൈവിടാതെ യേശുവിനോടുള്ള സ്നേഹം കാണിക്കുവാൻ വേണ്ടി അവർ പ്രയത്നിക്കുമായിരുന്നു. എന്നാൽ ഈ കാലത്തെ സ്നേഹം എന്താണ്? ഈ കാലത്ത് ക്രിസ്ത്യാനികളായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണ്? എവിടെയാണ് നമുക്ക് ക്ഷമയുള്ളത്? ആ വീട്ടിൽ പോലും ഇല്ലല്ലോ. നിന്റെ കുടുംബക്കാരെ പോലും നീ സ്നേഹിക്കുന്നില്ല. ചെറിയൊരു പ്രശ്നത്തിന് പോലും നീ കോടതിയിലേക്ക് കയറിയിറങ്ങുകയാണ്. വീട്ടുകാർക്കെതിരെ തിരിയുന്നു, നാട്ടുകാർക്കെതിരെ തിരിയുന്നു. നിന്റെ പ്രശ്നം വലുതാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ് നീ ചെയ്യുന്നത്. സ്നേഹം, ക്രിസ്തു നിന്നോട് സ്നേഹം കാണിക്കുന്നു. നീ മറ്റുള്ളവരോട് ആ സ്നേഹം കാണിക്കണമെന്നും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കൂ എന്ന് കർത്താവ് പറയുകയാണ്. ഈ അന്ത്യകാലത്ത് ലോകത്തെ മാറ്റിമറിക്കുവാൻ സ്നേഹമെന്ന ശക്തി നമുക്ക് ആവശ്യമാണ്. വാളുകൊണ്ടും ആയുധം കൊണ്ടുമല്ല ചെയ്യേണ്ടത്, പണം കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടുമല്ല, സംസാരം കൊണ്ടല്ല ചെയ്യേണ്ടത്. ഒരു വ്യക്തിയുടെ മനസ്സ് മാറണമെങ്കിൽ സ്നേഹം ഉപയോഗിച്ചു നോക്കൂ. സ്നേഹത്തോടെ ശാസിക്കുക, സ്നേഹത്തോടെ ഉപദേശിക്കുക.
സ്നേഹത്തോടെ സഹിക്കുക, സ്നേഹത്തോടെ ക്ഷമിക്കുക. നിന്റെ വീട്ടുകാരെയും നിന്റെ മകനെയും നിന്റെ മകളെയും അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെയും ഭാര്യയെയും നിനക്ക് നേടിയെടുക്കുവാൻ കഴിയും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അടുത്തതെന്താണ്? സ്നേഹം ദയ കാണിക്കുന്നു. ദയ. യേശുവിന്റെ സ്നേഹത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് കരുണ കാട്ടുക. കരുണയോടെ മനസ്സലിഞ്ഞ് അവർ ഇടയന്മാരില്ലാത്ത ആടുകളാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അപേക്ഷിച്ചു, അവർക്ക് സൗഖ്യം കൊടുത്തു. ദയ, സ്നേഹം, ദയ തുടങ്ങിയ സ്വഭാവങ്ങൾ ഇന്നുള്ള ക്രിസ്ത്യാനികളില് കുറഞ്ഞു പോകുന്നു. ദയ കാണിച്ചു, കരുണ കാണിച്ചു. ഒരു ദിവസം നെപ്പോളിയന്റെ അടുക്കിലേക്ക് ഒരു മാതാവ് ചെന്ന് പറഞ്ഞു, യജമാനനെ, എന്റെ മകനോട് അങ്ങ് ക്ഷമിക്കണമേ. എന്റെ മകൻ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങ് അവന് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്റെ മകനോട് അങ്ങ് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞു, കഴിയുകയില്ല. അവനോട് ഒരുപാട് തവണ ക്ഷമിച്ചതാണ്. ഇനിയും അവൻ ക്ഷമയ്ക്ക് യോഗ്യനല്ല. യജമാനനെ, ന്യായം ചെയ്യണമേ, ന്യായം ചെയ്യണമേ. ന്യായമാണ് സഹോദരി. അവൻ ചെയ്ത ശിക്ഷയ്ക്ക് പകരം ഉള്ള ന്യായമാകുന്നു ഇത്. അവസാനം ആ മാതാവ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മരണശിക്ഷ വിധിക്കപ്പെട്ട തന്റെ മകന് വേണ്ടി, യജമാനനെ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ചു. എത്ര തവണ പറയണം നിങ്ങളോട്? അവനോട് ക്ഷമിക്കുവാൻ കഴിയുകയില്ല, അവൻ ക്ഷമയ്ക്ക് ഒരു വിധത്തിലുള്ള യോഗ്യതയുമുള്ളവനല്ല എന്ന് പറയാനിടയായി. അപ്പോഴാ മാതാവ് പറയുകയാണ്, യജമാനനെ, കരുണ കാണിക്കുന്നതിനും വേണ്ടി യോഗ്യത ആവശ്യമാണോ? അർഹതയില്ലാത്തവരോടാണല്ലോ കരുണ കാട്ടേണ്ടത്. ആരോടാണ് കരുണ കാട്ടേണ്ടത്? അർഹത ഇല്ലാത്തവരോട്. ക്ഷമിക്കപ്പെടുവാൻ യോഗ്യതയല്ലെന്ന് പറഞ്ഞു. യോഗ്യതയില്ലാതെ ക്ഷമിക്കുന്നതാണ്, യോഗ്യതയില്ലാതെ സ്നേഹിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. നോക്കുക, നിങ്ങളിൽ എത്ര പേർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്? നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ എത്രത്തോളം അസ്വസ്ഥത നമുക്കുണ്ടാകാറുണ്ട്. ഒരു സഹോദരി ഇപ്രകാരം പറഞ്ഞു, ആ സമയത്ത് തേൾ ഇറുക്കുന്നത് പോലെയാണ് എന്ന്. എന്താണെന്നാണ് പറഞ്ഞത്? അവരെ കാണുന്ന സമയത്ത് തേളും അട്ടയുമൊക്കെ എൻ്റെ ശരീരത്തെ കയറി ഇറങ്ങുന്നത് പോലെ അസ്വസ്ഥതയാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുക, നിന്നോട് ദോഷമായി സംസാരിക്കുന്നവരെ നീ സ്നേഹിക്കുക, നിന്നെ അപമാനിക്കുന്നവരെ നീ സ്നേഹിക്കുക. അത് അത്ര എളുപ്പമുള്ളതല്ല. അത്ര എളുപ്പമുള്ളതല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ളതല്ല. കർത്താവിനെ അനുഗമിക്കുന്നവൻ അവന്റെ സ്നേഹത്തിന്റെ മാർഗത്തിൽ നടക്കണം. സ്നേഹം ദയ കാണിക്കുന്നു. സ്നേഹം മത്സരിക്കുന്നില്ല. സ്നേഹത്തിൽ അസൂയയില്ല, അസൂയയിൽ സ്നേഹമില്ല. സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ കയീൻ ഹാബേലിനെ കൊല്ലുകയില്ലായിരുന്നു. ഓർക്കണം. എന്താണ്? ആ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ശൗല് ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. കാരണം ദാവീദിനോട് അസൂയ കാണിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പോയിട്ട് ദുരാത്മാവ് അവന്റെ മേൽ അപ്പോൾ വന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയയുണ്ടോ? ഒരു തരത്തിലുള്ളതായ കുശുമ്പെന്ന് പറയുവാനും ഇടയാകും. എക്സാമിൽ നിങ്ങളുടെ മകൻ പരാജയപ്പെടുകയും അയൽപക്കത്തുള്ള വ്യക്തിയുടെ മകൻ ജയിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് അപ്പോൾ എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രമെന്ന് പറയുമോ? ഇല്ല. എന്താണ്? അവൻ പാസ്സായി, നീ മാത്രം പാസ്സായില്ലേ, എന്താണ് നിങ്ങൾക്ക്? അപ്പോൾ ഒരു മത്സരമുണ്ടാകുന്നു. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. നമ്മുടെ ബോൺസുകൾ ദ്രവിച്ചു പോകാനിടയാകും അസൂയുണ്ടെങ്കിൽ. പലർക്കും ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നത് നമുക്ക് കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ളവർക്ക് ഇതാണ്, എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അസൂയയോടെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെ ആലോചിച്ച് ആഹാരമൊന്നും കഴിക്കാതെ ആ ഗ്യാസ് ട്രബിളെല്ലാം ഉണ്ടായിട്ട് ശരീരത്തിന് ദോഷമുണ്ടാവുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഗ്യാസ് ട്രബിളും അൾസറും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അസൂയപ്പെടരുത്. അസൂയയിൽ സ്നേഹമില്ല. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. സ്നേഹിക്കുക, അസൂയപ്പെടരുത്. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരിൽ സന്തോഷിക്കാൻ നോക്കുക. മറ്റുള്ളവരെ കണ്ടിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. ഇന്ന് ലോകത്തിൽ ഇത് വലിയൊരു വ്യാധിയാണ്. എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്നല്ലാതെ അത് നിങ്ങൾക്ക് ആവശ്യമാണോ എന്ന് ചിന്തിക്കാത്തത് എന്താണ്? ഒരു അയൽപക്കത്തൊരു വീടുണ്ട്. അതിനിപ്പുറത്ത് വീട്ടിലുള്ള ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, നോക്കുക, അവർ വലിയൊരു കളർ TV വാങ്ങിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ? നോക്ക്, നിങ്ങളിത് കാണുന്നില്ലേ? ഈ ചെറിയ TV കണ്ടുകൊണ്ടാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്.
നിങ്ങൾക്ക് പോലുള്ള ജോലി പോലും അങ്ങേർക്കില്ല. എന്നിട്ടും നോക്ക് എന്താണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ കരച്ചിൽ? സഹോദരി, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നവനാണ്. ഞാൻ കൈക്കൂലി വാങ്ങത്തില്ല, ഞാൻ കടം വാങ്ങില്ല. ദൈവം സമയത്തിനെല്ലാം നൽകാനിടയാകും. ആവശ്യമില്ല. നാളെ വൈകുന്നേരം TV വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട് ഏതാണ്? നിങ്ങൾ ഉത്തരം പറയണം ശരിയായിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് പറയണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട് ഏതാണ്? നിങ്ങളെല്ലാവരും ഭാരതീയരാണല്ലോ, അമേരിക്കക്കാരല്ലല്ലോ. പറയുക എന്താണ്? എൻ്റെ വീട്ടിൽ പോകും എന്ന് പറയുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ വലിയ TV ഉണ്ടായിരിക്കാം, നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെറിയ TV ആയിരിക്കാം. എന്ന് പറഞ്ഞ് നീ വീട്ടിൽ പോവുകയാണോ? നിന്റെ അമ്മ നിനക്ക് ചോറ് വെച്ച് വിളമ്പി തരുമായിരിക്കും, എന്നാൽ നിന്റെ അമ്മായിമ്മ നിന്നെ കൊണ്ടായിരിക്കാം വെച്ച് വിളമ്പിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ പോവുകയാണോ? എന്താണ് സ്നേഹം? എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമിക്കും, എൻ്റെ ഭർത്താവിനെ ഞാൻ സഹിക്കും, എനിക്കുള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കും. അവർക്ക് വലിയ TV ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താണ്? ഈ TV എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇതുപോലും ഇല്ലാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ TV പോലും വാങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാത്തതെന്ത്? നിങ്ങൾക്കറിയാം, ഇപ്പോഴും TV വാങ്ങാൻ കഴിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. എനിക്ക് എഴുതാറുണ്ട്, അങ്ങ് എന്തുകൊണ്ടാണ് റേഡിയോ പ്രോഗ്രാമുകൾ നിർത്തിവെച്ചത്? 20 വർഷമായിട്ട് റേഡിയോ പ്രോഗ്രാം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ നിർത്തിയത്. എന്തുകൊണ്ടെന്നാൽ വളരെ കുറച്ചു പേരെ അത് കേൾക്കുന്നുള്ളൂ. ആരും കേൾക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എവിടെയൊക്കെയോ ചിലർ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എങ്കിലും 20 years ഞാനത് മുമ്പോട്ട് കൊണ്ടുപോയി. അവസാനം ഞാനത് നിർത്തുവാനിടയായി. ഒരു സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിർത്തിയത്? ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല, ഇപ്പോഴും റേഡിയോയിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം എല്ലാം കേൾക്കുന്നതെന്ന് പറയാനിടയായി. നോക്കി, എത്രയോ പേരുണ്ട് TV വാങ്ങാൻ കഴിവില്ലാത്തവർ, ഇപ്പോഴും കറണ്ട് ഇല്ലാത്തവർ, കേബിൾ കണക്ഷൻ എടുക്കാൻ കഴിവില്ലാത്തവർ. ഒരാൾ കത്തെഴുതി, നിങ്ങൾ എപ്പോഴും വലിയവരോടെ സംസാരിക്കുള്ളോ? വലിയ ആൾക്കാരോട് വചനം പറയുകയുള്ളോ? നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞങ്ങൾ അടുത്ത വീട്ടിൽ പോകണമോ? എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് മാസാമാസം 200 രൂപ കേബിൾ കെട്ടാൻ വേണ്ടിയുള്ള പൈസ ഉള്ള വ്യക്തികൾ അല്ല. ഞങ്ങളുടെ TV-യിൽ DD ചാനൽ മാത്രമേ ഉള്ളൂ, DD ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതിൽ പ്രോഗ്രാം അയക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഏതെങ്കിലും രീതി ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയുമോ എന്ന്. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇല്ലായ്മ അനുഭവിക്കുന്നവരുണ്ട്. ഉള്ള ആളുകളെ നോക്കിക്കൊണ്ട് നീ അസൂയപ്പെടരുത്. ഇല്ലാത്ത ആളുകളോട് ദയ കാണിക്കുക, അതാണ് സ്നേഹം. നിനക്കുള്ളതിൽ നീ സംതൃപ്തിയോടെ ആയിരിക്കുക. ഇല്ലാത്ത ആളുകളോട് ദയ കാണിക്കുക, അതാണ് സ്നേഹം. സ്നേഹം കാണിക്കുക. നിന്നേക്കാൾ നന്മ പ്രാപിച്ചവരുണ്ടെങ്കിൽ അവരെ കണ്ട് സന്തോഷിക്കുക. സ്നേഹം അസൂയപ്പെടുന്നില്ല. അടുത്ത വാക്യം, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ലോകത്തിൽ ഏതെങ്കിലും മാതാവ് തൻ്റെ മകനോട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ആരാണെന്നറിയാമോ? നിന്നെ എങ്ങനെ വളർത്തിയെന്നറിയാമോ? എത്രത്തോളം ചോറ് വാരിത്തെന്നറിയാമോ? എത്രത്തോളം ആശുപത്രി കൊണ്ടുപോയെന്നറിയാമോ എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുമോ? അമ്മയുടെ അടുക്കൽ ചെന്ന് കൊച്ചുകുട്ടികൾ ശാഠ്യം പിടിക്കാറുണ്ട്. അമ്മേ, കടയിൽ പോയാൽ എനിക്ക് എന്ത് നൽകും? ശരി മോനെ, നീ പോയിട്ടൊരു ചോക്ലേറ്റ് വാങ്ങിക്കോ. അവനത് കൈക്കൂലിയാണ്. എന്താണ്? നിന്നെ വളർത്തിയ അമ്മയ്ക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ, നിന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ അമ്മയ്ക്ക് വസ്ത്രം കഴുകുന്നു, നിനക്ക് ആഹാരം നൽകുന്നു. ആ അമ്മയ്ക്ക് പകരമായി നീ എന്ത് കൊടുക്കും? കുക്കിംഗ് ചെയ്തതിന്, വാഷിംഗ് ചെയ്തതിന്. ഇന്ന് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയായിരിക്കുന്നു. ഇന്നുള്ള കുട്ടികൾ വളരെ ഭോഷന്മാരായിരിക്കുകയാണ്. ഞാൻ നിന്റെ അമ്മയാടാ മോനെ, ഞാൻ നിന്റെ അമ്മയാടാ, ഞാൻ നിന്റെ അമ്മയാടാ, ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയതാണ് മോനെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഈ കാലത്ത് അമ്മയുടെ സ്നേഹം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. കാണപ്പെടുന്ന മാതാവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തവർക്ക് എങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയും? പ്ലീസ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറയപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ പിറുപിറുപ്പ് കാണില്ല, ഒരു കംപ്ലൈന്റും കാണില്ല. നോ ഇൻഫീരിയോറിറ്റി, നോ അസൂയ. മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ട്, എനിക്കൊന്നുമില്ല എന്നുള്ളതായ ഭാവമൊന്നും അവൻ മുഖത്ത് ഒരിക്കലും കാണിക്കുകയില്ല. നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. എനിക്കില്ലയോ? ഹല്ലേലൂയ. നീ ഉയർച്ച പ്രാപിച്ചെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പാവപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയുന്നവർക്കായിരിക്കും ക്രിസ്തുവിന്റെ സ്നേഹമുള്ളത്. സ്നേഹത്തിൽ അസൂയയില്ല, സ്നേഹത്തിൽ പിണക്കമില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, പുകഴ്ത്തലുകളിൽ വീഴുന്നില്ല. ഈ കാലത്ത് ഉള്ളവർക്ക് പുകഴ്ത്തലുകളാണ് വേണ്ടത്. സഹോദരി, ഞാൻ നിന്നെ പുകഴ്ത്തിയാൽ നീ എനിക്ക് എന്തു തരും? എന്നെയും പുകഴ്ത്തും. നീ എന്നെ പുകഴ്ത്തും, ഞാൻ നിന്നെയും പുകഴ്ത്തും. എന്നാൽ സ്നേഹം പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുന്നില്ല. സ്നേഹം
ഇന്ന് ദൈവത്തിന്റെ മക്കളെല്ലാവരും വരും. അവരെല്ലാം ദൈവത്തിന്റെ വചനത്താൽ ബലപ്പെടുത്തണം. അവരെ ശരിയായ സത്യത്തിൽ കൂടി വഴി നടത്തണം. അവരെ ആശ്വസിപ്പിക്കണം. അവരെ ബലപ്പെടുത്തണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ പുകഴ്ത്തി അവനെ ആരാധിക്കണം. ദയവ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥനയോടുകൂടി ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ സ്നേഹത്താൽ നിന്റെ ഹൃദയം മുഴുവനും നിറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, നീ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിട്ടുണ്ടോ? കർത്താവ് വരുവാൻ പോകുന്നു. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. നിന്റെ സ്നേഹം നിറഞ്ഞു കവിയേണ്ടതിന്, നിന്റെ സ്നേഹം അനേകർക്ക്, നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക്, അനേകരുടെ ജീവിതത്തില് അനുഗ്രഹമായി തീരേണ്ടതിന് യേശു ക്രിസ്തു അവന്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന കർത്താവാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതായി എൻ്റെ കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി എന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പറയുക. ഇപ്പോഴെങ്കിലും പറയുക. അവൻ എത്രയോ ദയയുള്ളതായ ദൈവമാണ്, എത്രയോ ക്ഷമയുള്ള ദൈവമാണ്. നിന്നോട് എത്രത്തോളം കരുണ കാണിക്കുവാനിടയായി. നീ അനുസരണക്കേട് കാട്ടിയപ്പോൾ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ സന്ദർഭത്തിലും, എത്രയോ തവണ ദുഷ്ടപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചിട്ടും, എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ട് മാറിപ്പോയിട്ടും, ദൈവത്തിന് ഹിതം പോലെ നീ ജീവിക്കാതെ നീ ചെയ്തതായ പാപം തന്നെ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ട് തന്നെ ജീവിച്ചു പോയപ്പോഴും പിന്നെയും 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 നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം ഈ സമയം ആ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയുവാൻ, കൺമുൻപിൽ കാണുന്നത് പോലെ കാൽവരി ക്രൂശിൽ കാണിച്ചു തന്ന ആ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു നിമിഷം നീ ഒന്ന് നോക്കുക. നിന്റെ ഹൃദയത്തിന്റെ കണ്ണിനെ തുറന്നു നോക്കൂ. അപ്പോൾ ആ ദൈവത്തിലുള്ളതായ മഹത്വത്തെ നിനക്ക് കാണാൻ കഴിയും. അവന്റെ സ്നേഹത്തിന്റെ മാധുര്യത്തെ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുവാനിടയായി എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ലോക സ്നേഹങ്ങളെല്ലാം തന്നെ ചപ്പും ചവറുമാകുന്നു. അത് വ്യർത്ഥമായ സ്നേഹമാണെന്നും ശാശ്വതമായ നിത്യമായിട്ടുള്ളതായ സ്നേഹം യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാക്കുവാനും കഴിയും. മനുഷ്യരിൽ ആശ്രയിച്ച് വഞ്ചിക്കപ്പെട്ടുപോയി, മനുഷ്യന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് ചതിക്കപ്പെട്ടുപോയി. ഇനി മതിയാക്കൂ. നീ യേശുവിനെ സ്നേഹിക്കുക. യേശുവിന്റെ സ്നേഹത്താൽ നിറയുക. യേശുവിന്റെ സ്നേഹത്താൽ നിന്റെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുക. അപ്പോഴേ അവന്റെ രാജ്യം പണിയപ്പെടുകയുള്ളൂ. അവന്റെ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ്. അത് മത്സരത്തിന്റെ ഒരു രാജ്യമല്ല. അത് ബന്ധനത്തിന്റെ രാജ്യമല്ല. അത് വാളുകൊണ്ടും പോരാട്ടം കൊണ്ടും യുദ്ധം കൊണ്ടും നേടിയെടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള രാജ്യമല്ല. കഷ്ടതയെ സഹിക്കുമ്പോൾ, നിന്ദകൾ സഹിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഉപദ്രവം സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ ലഭിക്കുന്ന രാജ്യമാണ്. അത് ദയയുള്ള രാജ്യമാണ്, സ്നേഹമുള്ള രാജ്യമാണ്, സ്വാർത്ഥമായി ചിന്തിക്കാത്ത സ്നേഹമാണ്, അനീതിയിൽ സന്തോഷിക്കാത്തതാകുന്നു ഈ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം. ആ സ്വർഗീയ രാജ്യത്തിൽ നാം ചേരണമെന്നുണ്ടെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചു നോക്കാതെ എങ്ങനെ തലമുറയായിട്ട് ആ സ്നേഹരാജ്യത്തിൽ നിനക്ക് നിവസിക്കുവാൻ കഴിയും? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിശ്വാസം നിന്നിലുണ്ടോ? നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടോ? എല്ലാറ്റിലും പ്രധാനമായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിന്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ടോ? വിശ്വാസവും പ്രത്യാശയും കുറഞ്ഞു പോകുന്ന നാളുകൾ വന്നേക്കാം, എന്നാൽ സ്നേഹം നിത്യമായി നിലനിൽക്കുന്നതാകുന്നു. സ്നേഹിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കൂ. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിന്റെ ഭാര്യയെ സ്നേഹിക്കുക. ക്രിസ്തു തന്റെ സഭയെ സ്നേഹിക്കുവാനിടയായി. അത് ചുളുക്കവും വാട്ടവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്ത് കഷ്ടതയാണ് സഹിച്ചത്? നിന്റെ ഭർത്താവിന് വേണ്ടി നീ എന്ത് ബുദ്ധിമുട്ടാണ് സഹിച്ചത്? നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്താണ് സഹിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നീ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹത്താൽ നിന്റെ കുടുംബത്തെ പണിയുവാനിടയാകും. നിന്റെ ഭർത്താവിനെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കാനിടയാകും. നിന്റെ ഭാര്യയെ ആത്മീയമായി വളർത്തുവാനിടയാകും. നിന്റെ മക്കളെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ കഴിയും. ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൂടി വരികയാണ്.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. നിന്റെ സ്വർഗീയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് അങ്ങയോട് കരങ്ങൾ ഉയർത്തി അപേക്ഷിക്കുകയാണ്. ഞങ്ങളിലുള്ള ദുഷ്ടത, ഞങ്ങളിലുള്ളതായ ദേഷ്യം, ഞങ്ങളിലുള്ളതായ നീരസം, ഞങ്ങളിലുള്ളതായ പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ കാൽവരി സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ നിർദോഷവും നിഷ്കളങ്കവുമായ ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും സ്നേഹമില്ല കർത്താവേ. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ല, മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹമില്ല, സ്നേഹിതരുടെ മധ്യയിൽ സ്നേഹമില്ല. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഹിംസയാണ് കർത്താവേ. എവിടെ നോക്കിയാലും ശത്രുതയാണ്. എവിടെ നോക്കിയാലും ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. കലഹിക്കുകയും അസൂയപ്പെടുകയും മത്സരിക്കുകയും ചെയ്യുന്നതാണ് കർത്താവെ കാണുന്നത്. ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്കെതിരെ ദോഷം ചെയ്യുകയല്ലാതെ യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവരുടെ മുറിവുകളെ കെട്ടുന്നവരെ കാണുന്നില്ല കർത്താവെ. സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കുന്നവരെ കാണുന്നില്ല, ബലപ്പെടുത്തുന്നവരെ കാണുന്നില്ലപ്പാ. എല്ലാവരും ചതിക്കപ്പെട്ട് വെറുപ്പിനാലും വിദ്വേഷത്താലും നിറഞ്ഞ് ജീവിക്കുന്നതാണ് കർത്താവെ കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ലാതെ എല്ലാ ദിവസവും കലഹിക്കുകയാണ് ചെയ്യുന്നത്. അനേകം കുടുംബങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുതയും പിണക്കവും ഭിന്നതയും കലഹവും ആകുന്നു. പിശാചിന്റെ പ്രവൃത്തികളാണ് കർത്താവെ നടക്കുന്നത്. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളതായ കുടുംബങ്ങളെ വിടുവിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയം പിശാചിന്റെ പണിശാലയാകാതെ നിന്റെ സ്നേഹാലയമാക്കി മാറ്റണമേ അപ്പാ. സ്നേഹത്തിന്റെ ആലയമായിരിക്കുന്ന സ്വർഗത്തിൽ ചേരുന്നത് വരെയും നിന്റെ സ്നേഹത്തെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, പരസ്പരം സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുവാൻ, സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നുവെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ സഹായിക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.